മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ്. ഒരു കാലത്ത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് എന്നിവരായിരുന്നു മലയാള സിനിമയുടെ അമരക്കാരായിരുന്നത്. ഒരു സാധാരണ മിമിക്രി കലാകാരനിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധിക കാലതാമസം വേണ്ടി വന്നില്ല. സൂപ്പർ താര ചിത്രങ്ങൾ പലതും നിലം പൊത്തിയപ്പോഴും പ്രേക്ഷകരെ, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിച്ചതിന് ദിലീപ് ചിത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട്. തുടർച്ചയായി 13-ലേറെ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം പുതിയ റെക്കോർഡും സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ വേളയിലെല്ലാം തന്നെ പലതരത്തിലുള്ള ഗോസിപ്പുകളും സിനിമാ മേഖലയുമായി ചുറ്റിപ്പറ്റി ഉയർന്നു വന്നിരുന്നു. ദിലീപിനെ ഒതുക്കാൻ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ ശ്രമിക്കുന്നുവെന്നായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഗോസിപ്പ്. ഈ ഗോസിപ്പിനെ കുറിച്ച് ദിലീപ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ സംവിധായകൻ ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ പഴയ ഇന്റർവ്യൂവിനെ കുറിച്ച് വീണ്ടും സംസാരിക്കുകയാണ്. സൂപ്പർ സ്റ്റാറുകൾ ദിലീപിനെ ഒതുക്കാൻ ശ്രമിച്ചെന്ന് തോന്നിയിട്ടുണ്ടോ എന്നായിരുന്നു അവതാരകൻ ദിലീപിനോട് ചോദിച്ചത്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്യുക. പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടാൽ ഇവിടെ ആർക്കും ആരെയും ഒതുക്കാൻ കഴിയില്ല എന്നായിരുന്നു ഈ ചോദ്യത്തിന് ദിലീപ് നൽകുന്ന മറുപടി. നമുക്ക് ചെയ്യാൻ കിട്ടുന്ന സിനിമകൾ വിജയിപ്പിക്കുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ മോഹൻലാലും മമ്മൂട്ടി ഒതുക്കാൻ ശ്രമിച്ചെന്ന് പറയുന്നതിൽ കഴമ്പില്ല. ലാലേട്ടനും മമ്മൂട്ടിയും ഒക്കെ എന്നേക്കാൾ ഏറെ ഉയരത്തിലല്ലേ. ലാലേട്ടൻ എന്നോട് പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ ലാൽ ജോസിന്റെ പടത്തിൽ മോഹൻലാൽ ഫാനായി ഞാൻ അഭിനയിക്കുമായിരുന്നോ എന്നും ദിലീപ് ചോദിക്കുന്നു. മോഹൻലാൽ സുഹൃത്തായ പ്രിയദർശനെ വെച്ച് വെട്ടം എന്ന ചിത്രം എടുത്ത് താങ്കളുടെ വിജയങ്ങൾ പൊളിക്കാൻ ശ്രമിച്ചതായി തോന്നിയിട്ടുണ്ടോ എന്നായിരുന്നു ഇന്റർവ്യൂവിലെ അടുത്ത ചോദ്യം. അത് ഞാനും കേട്ടു. ഈയിടെ ലാലേട്ടൻ എന്നോട് പറഞ്ഞു, നിന്നെ ഔട്ടാക്കാൻ എടുത്ത സിനിമ നന്നായി ഓടുന്നു, എനിക്ക് കുറെ പൈസയും കിട്ടി എന്ന് പറഞ്ഞ് മോഹൻലാൽ ചിരിച്ചു എന്നായിരുന്നു ഈ ചോദ്യത്തിനുള്ള ദിലീപിന്റെ മറുപടി. ദിലീപ് നൽകിയ ഈ മറുപടിയുടെ അർത്ഥം തനിക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് ശാന്തിവിള ദിനേശ് തുടർന്ന് പറയുന്നത്. 2004-ൽ രേവതി കലാമന്ദിറിന്റെ പേരിൽ മേനക സുരേഷാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സ്വർഗചിത്ര അപ്പച്ചനാണ് വിതരണം. എന്നിട്ട് മോഹൻലാലിന് കുറച്ച് പൈസ കിട്ടിയെന്ന് പറഞ്ഞത് മനസ്സിലായില്ലെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. കമലിന്റെ സിനിമയിൽ നിന്നും പൃഥ്വിരാജിനെ മാറ്റാൻ ദിലീപ് സമ്മർദ്ദം ചെലുത്തിയോ എന്നായിരുന്നു അഭിമുഖത്തിൽ ദിലീപ് നേരിട്ട അടുത്ത ചോദ്യം. ആ ആരോപണം ശരിയല്ലെന്ന് കമൽ സാർ തന്നെ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു ദിലീപിന്റെ മറുപടി. എനിക്ക് എന്റെ രീതികളാണ്, പൃഥ്വിരാജ് ചെയ്യുന്ന വേഷങ്ങൾ എനിക്ക് ചെയ്യാനാകില്ല, പിന്നെ ഞാൻ ഇതിന് പുറകെ വരുന്നവരെ ഒതുക്കണമെന്നും ദിലീപ് ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ വൈറലായതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. ദിലീപ് ഇവരെക്കാൾ മുന്നിലെത്തുമോ എന്ന് പല സൂപ്പർ താരങ്ങൾക്ക് പേടിയുണ്ടായിരുന്നതായാണ് ഒരു ദിലീപ് ആരാധകൻ പറയുന്നത്. മാത്രമല്ല, കുഞ്ഞിക്കുനൻ, ചാന്തുപൊട്ട് തുടങ്ങിയ സിനിമകളിലെ ദിലീപിന്റെ കഥാപാത്രങ്ങൾ ചെയ്യാൻ മലയാളത്തിൽ ഏതെങ്കിലും സൂപ്പർ സ്റ്റാറുകൾക്ക് കഴിയുമോ? പണ്ട് ഷക്കീലയും ഇതുപോലെ അടച്ചിടാൻ നോക്കിയതാണ് ഒരു സൂപ്പർ സ്റ്റാർ. അതുകൊണ്ട് പുറകിൽ കൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നാലും ദിലീപിന് തന്നെ അത് അറിയാമെങ്കിലും തുറന്ന് പറയില്ലല്ലോ. നിലനിൽപ്പാണ് എല്ലാവരുടെയും പ്രശ്നമെന്നും ഒരാൾ കുറിച്ചു.